ഇന്ന് ഞങ്ങൾ റിയാദിലെ മൃഗശാലയിലാണുള്ളത് കേട്ടോ. എൻ്റെ പിന്നിൽ കാണുന്നതാണ് ഈ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നതുണ്ടോ, അതാണ് സൂ. നമ്മളിപ്പോൾ അവിടേക്കാണ് പോകണം കേട്ടോ. ഇവിടെ കുറച്ച് മൃഗങ്ങളും അത് ഇതൊക്കെ ഉണ്ട്, പക്ഷികളും ഒക്കെ. പക്ഷേ ഇന്നിപ്പോൾ കുറച്ച് ചൂട് കുറവുണ്ട്. അത് കാരണം ചിലപ്പോൾ അകത്ത് കാണാനൊക്കെ ഭയങ്കര രസമായിരിക്കും. മുമ്പൊരിക്കലും ഞങ്ങൾ വന്നിരുന്നു കേട്ടോ. അന്ന് ഇതിനകത്ത് കയറി ഭയങ്കര ചൂടായിരുന്നു, നടക്കാൻ പറ്റില്ല. ചൂടത്ത് നിൽക്കുമ്പോൾ അതിഭയങ്കരമായ മഴ പെയ്തു. ആ ചൂട് സമയത്ത് മഴ പെയ്ത് കാരണം അന്ന് മൃഗങ്ങളൊക്കെ പുറത്തിറങ്ങി നമുക്ക് കാണാൻ പറ്റി. പക്ഷേ ഇത് വൈകുന്നേരത്തെ 5 മണി വരെ ഇവിടെ പ്രവർത്തനമുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഈ സമയത്ത് വന്നേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ വൈകുന്നേരത്തെ 5 മണിയാകുമ്പോഴത്തേക്ക് ഇത് ക്ലോസ് ചെയ്യും. 5 മണി വരെ അകത്തേക്ക് കയറ്റി വിടുമെന്ന് തോന്നുന്നു. അതിന് ശേഷം പിന്നെ ആരെയും കയറ്റില്ല. അപ്പോൾ നമ്മളിന്ന് ഇപ്പോൾ സൂവിനകത്തുള്ള സംഭവങ്ങളൊക്കെ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കാം കേട്ടോ. എന്തായാലും നമുക്ക് സൂവിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. ഇതാണ് സൂവിൻ്റെ മെയിൻ ഗേറ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ മെയിൻ ഗേറ്റിലേക്ക് പോവാണ്. പണ്ടത്തെ പോലെ അല്ല, ഇപ്പോൾ ഇവിടെ സൂ കുറച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇവിടെ നേരത്തെ പാർക്കിംഗ് ഒക്കെ ആയിരുന്നു. ആ പാർക്കിംഗ് ഒക്കെ മാറ്റി ഇപ്പോൾ ഫ്രണ്ട് ഗേറ്റൊക്കെ അടിപൊളിയായിട്ട് പണിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ നമുക്ക് ഓൺലൈനായിട്ടും ഇവിടെ നിന്നും നേരിട്ട് ടിക്കറ്റ് എടുക്കാം. എന്തായാലും നമുക്ക് ടിക്കറ്റിൻ്റെ സ്ഥലത്തേക്ക് പോകാം. അവിടെ ടിക്കറ്റ് റേറ്റ് എന്താണെന്ന് അറിയില്ല. ഇവിടെയാണോ ടിക്കറ്റ് എടുക്കുന്നത്, അത് അപ്പുറത്താണോ എന്നറിയില്ല. എന്തായാലും നമുക്ക് ടിക്കറ്റിൻ്റെ ഭാഗത്തേക്ക് പോവാം. നോക്കട്ടെ, ടിക്കറ്റ് കൊടുത്തു തുടങ്ങിയോ എന്നറിയില്ല. സ്കാൻ QR കോഡ് ഫോർ ടിക്കറ്റ്സ്. ഇവിടെ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കാം. പിന്നെ ഇവിടെ നേരിട്ട് ടിക്കറ്റ് എടുക്കാമായിരുന്നു. എന്തായാലും ഇപ്പം നേരിട്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇവിടെ കുറേ കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഈ കുടയും തൊപ്പിയും ഒക്കെ വിൽക്കുന്ന അകത്തേക്ക് പോയി നോക്കാം. ഇവിടെ എപ്പോഴാണ് ടിക്കറ്റ് കൊടുക്കണേന്ന് അറിയില്ല കേട്ടോ. എന്തായാലും വെള്ളമൊക്കെ കരുതിയിട്ടുണ്ട്. വെള്ളമൊന്നും ഇല്ലാതെ അകത്തേക്ക് പോകാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ തുറന്നിട്ടില്ല, കയറ്റി വിടില്ല എന്ന് തോന്നുന്നു. ഇവിടെ ഒരു അടിപൊളി പാർക്കിംഗ് ഉണ്ട് കേട്ടോ. അത് ഈ കാണുന്നതാണ് പാർക്കിംഗ്. ഈ സൂവിൻ്റെ പാർക്കിംഗ് ആണ് ഇത്. ഇവിടെ ശരിക്കും വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള ഷെയ്ഡൊക്കെ ഉള്ള പാർക്കിംഗ് ആണ് കേട്ടോ. ഫ്രീ ആണ്. അതുപോലെ തന്നെ ഇതുണ്ടാവും, ഇവിടെ ലേഡീസ് ഇങ്ങനെ കുടയും തൊപ്പിയും ഒക്കെ വെക്കുന്നുണ്ട്. ഇതൊക്കെ തൊപ്പിയെല്ലാം 15 റിയാല. 15, 20, 25 കുട ഒടുക്കത്തെ വരെയാണ്. ഒരു ചെറിയ കുടയ്ക്ക് 15 റിയാലൊക്കെയാണ് ചോദിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ സൂവിനകത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ടിക്കറ്റ് ഓൺലൈനിൽ എടുത്താൽ മാത്രം മതി. പക്ഷേ അത് ടിക്കറ്റിന് പൈസയൊന്നുമില്ല കേട്ടോ, ഫ്രീ ആണ്. മുതിർന്നവർക്ക് എല്ലാവർക്കും വേണം. കുട്ടികളെന്ന് പറയുമ്പോഴത്തേക്കും 15 വയസ്സിന് മേളിലുള്ള കുട്ടികൾക്കാണ് ടിക്കറ്റ് വേണ്ടത്. അത് ഓൺലൈനിൽ ടിക്കറ്റ് എൻട്രി ചെയ്താൽ മാത്രം മതി, അല്ലാതെ പൈസയൊന്നും കൊടുക്കണ്ട കേട്ടോ. ഇതേ കണ്ടോ, ഇവിടെ ആവശ്യം പോലെ ഫ്ലെമിംഗോ ഉണ്ട്. ഇതിനകത്ത് കയറിയപ്പോൾ നല്ല വെയിൽ കേട്ടോ. ഇവിടെയാണ് ഫ്ലെമിംഗോ. ഇതേ കിടക്കണം കേട്ടോ. ആവശ്യം പോലെ റെസ്റ്റ് ചെയ്യാണ് ആൾക്കാർ. ചൂടായതുകൊണ്ട് വെള്ളമൊക്കെ ഒരു പരുവമായി. വെള്ളം അതിലില്ല. അവരുടെ കാലിൻ്റെ പാദം നനയുന്ന അത്രയ്ക്കേ വെള്ളമുള്ളൂ. ഇവിടെ വെള്ളം വളരെ എക്സ്പെൻസീവാണ്. പിന്നെ ഇതിനകത്ത് വന്നാൽ ഇരിക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഇവിടെ ഫുഡൊക്കെ കൊണ്ടുവന്ന് നമുക്കിവിടെ ഇരുന്ന് കഴിക്കാം. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്ത് റെസ്റ്റോറൻറ്റുകൾ, കോഫി ഷോപ്പ്, ഒത്തിരി സംവിധാനങ്ങളുണ്ട്. ഒരു വലിയ സംഭവമാണ് കേട്ടോ കയറി കാണുക എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതിനകത്ത് ആവശ്യം പോലെ ഡിജിറ്റൽ സ്ക്രീനുകളുണ്ട്. ഇതേണ്ട ഈ കാണുന്നതൊക്കെ ഡിജിറ്റൽ സ്ക്രീനുകളാണ്. ഇതൊക്കെ ഈവനിങ്ങിൽ പ്രവർത്തിക്കും. പക്ഷേ ഇവിടെ 5 മണിയാകുമ്പോൾ അടയ്ക്കും. 5 മണിയാകുമ്പോൾ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് എൻട്രി ആണെന്ന് തോന്നുന്നു. അടയ്ക്കുന്നത് 9 മണിയൊക്കെ കഴിയുമെന്ന് തോന്നുന്നു. എൻ്റെ മോൻ കുടയൊക്കെ വാങ്ങി കുടയായിട്ട് പോകണുണ്ടോ. ഇവിടുത്തെ ആദ്യത്തെ ഐറ്റം ബ്ലൂ യെല്ലോ മക്കാവ്, അതിനെ കാണാനാണ് നമ്മൾ വന്നത് കേട്ടോ. മോളെ കുട മാറ്റി പിടിക്കും. ഇതേ ബ്ലൂ യെല്ലോ മക്കാവ്. ഓ, സൂപ്പർ സാധനമാണല്ലോ ഇത്. പക്ഷേ സംഭവം കണ്ണാടി കൂടിനകത്ത് ഫുൾ AC കേട്ടോ. കണ്ടല്ലോ, ഫുൾ AC ഈ സാധനം കിടക്കുന്നത്. അടിപൊളി, കാണാൻ സൂപ്പർ കേട്ടോ. എന്താ പറഞ്ഞാൽ നല്ല ഓ സൂപ്പർ സീൻ. കൂടെ കണ്ട ഫുള്ളും AC കേട്ടോ. അതിനകത്തൊരു പച്ച മക്കാവും ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ തത്തമ്മയുടെ വലിയൊരു പച്ച മാത്രമല്ല, ബ്ലൂ ഉണ്ട്. ഓ, 2, 3, 4 എണ്ണം ഉണ്ട്.
ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിനുള്ളിലാണ് അത്, പക്ഷെ പുറത്തേക്ക് ഇറങ്ങുന്നില്ല. പുറത്തേക്ക് ഇറങ്ങിയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ആണ്ടാ ഇതെല്ലാം എ സിക്കകത്താണ്. ഭയങ്കര സംഭവമാണ്. ഇവരെല്ലാം എ സിക്കകത്താണ് സ്റ്റേ ചെയ്യണത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല കാണാൻ പറ്റുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഫെൻസിങ് ആണ്. ഈ ഫെൻസിങ്ങിനകത്തൂടെ കാണാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇത് പറന്നു പോകുമല്ലോ. അതുകൊണ്ടാണ് താഴെ മേളിലൊക്കെ ഫെൻസിങ് ഉണ്ട്. ഇത് ഹൊബ്ര ബസ്റ്റാഡ്. ഇത് എവിടെയും എല്ലാം കണ്ണാടിക്കൂട്ടിനകത്താണ്. ഇവിടെ കണ്ണാടിക്കൂട്ടിനകത്തായത് കാരണം കാണാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ അതുപോയിട്ട് ഫെൻസിങ്ങും ഉണ്ട്. ഫെൻസിങ് ഉള്ളത് കാരണം അടുപ്പിച്ച് കാണിച്ചാലും കാണത്തില്ല ക്യാമറ വെച്ച് എടുക്കുമ്പോൾ. അതായത് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചു പോകാം. സിൽവർ കൊക്കാറ്റോ ഇവിടെയൊക്കെ ഉണ്ട്. എല്ലാം സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയാണ് കേട്ടോ. അതെ ഇതിനകത്ത് ചെറിയ തത്തമ്മ കുഞ്ഞുങ്ങളാണ്, നമ്മുടെ നാട്ടിലെ തത്തമ്മ കുഞ്ഞുങ്ങളാണ്. ഇത് രണ്ട് സൈഡിലുമാണ് വ്യൂ കേട്ടോ. ഇവിടെയും അപ്പുറത്ത് വേറൊരു ഐറ്റംസാണ്. ഇത് ഹിൽ മൈന, നമ്മുടെ നാട്ടിലെ മൈന. ഇവിടെ പക്ഷേ ഇതിനകത്തെല്ലാം ഉള്ളത് ചെറിയ തത്തമ്മാള കണക്കത്തെ സാധനങ്ങളാണ് കേട്ടോ. ചെറിയ അടിപൊളി, നല്ല രസമുണ്ട് കേട്ടോ. തിരുതിരുതാ ഇങ്ങനെ കിടക്കുന്നു. ഈ കൂടൊക്കെ നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ എന്താ ടൈഗറോ? ചീറ്റ. അതെവിടെയുണ്ടോ? ഇവിടെ ഇത്തിരി വലിയ സൈസിലുള്ള തത്തമ്മകളാണ് കേട്ടോ. തത്തമ്മ അല്ല, ഇതിൻ്റെയൊക്കെ ഒഫീഷ്യൽ നെയിം ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റേർഡ്. ഇന്ത്യൻ ആണ് കേട്ടോ. ഇതാണ് സാധനം. ഇതാണ് ഇന്ത്യൻ ബസ്റ്റേർഡ്. ഇങ്ങോട്ട് നോക്കിയേ, അതിനകത്തുണ്ട്. ഇനി നമുക്ക് ഒരു ചീറ്റയെ കാണാൻ പോകാം. ചീറ്റ ഉണ്ടോ ഇവിടെ? ചീറ്റ കിടക്കാണല്ലോ. ചീറ്റ തണലത്തിങ്ങനെ കിടക്കാണ്. 2 ചീറ്റ ഉണ്ട് കേട്ടോ. 2 അല്ല 3 ഉണ്ട് കേട്ടോ. ഇനി കുട്ടികളുണ്ടെന്ന് തോന്നുന്നു. എവിടെ? അവിടെയും കിടപ്പുണ്ട് കേട്ടോ ചീറ്റ. അവിടെയും ചീറ്റ ഉണ്ടെന്ന് തോന്നുന്നു. നല്ല ചൂടടിച്ച് തണലത്ത് ഇങ്ങനെ കിടക്കുകയാണ് സംഭവം. ഇതുങ്ങൾക്ക് ഇങ്ങനെ കുഞ്ഞുങ്ങളുണ്ടായി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു, ടി വിയിലും പത്രത്തിലും ഒക്കെ ഉണ്ടായിരുന്നു. അത് ഇവിടെയാണോ വനത്തിലാണോ എന്നറിയില്ല. എവിടെയെങ്കിലും വനത്തിലാണോ എന്ന് എനിക്ക് തോന്നുന്നു. സൗദിയിലും വനങ്ങളുണ്ടല്ലോ, അപ്പോൾ അവിടെയും കണ്ടാണ് ചീറ്റയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടായെന്നും പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു കേട്ടായിരുന്നു. 3 ഇവിടെ കിടപ്പുണ്ട്. അപ്പുറ സൈഡിൽ ഒരെണ്ണം കൂടെ ഉണ്ടെന്ന് കുട്ടികൾ പറഞ്ഞ്, ഞാൻ കണ്ടില്ല. എന്തായാലും ഇതാണ് ക്രോക്കഡൈൽ കേട്ടാ, യെല്ലോ ക്രോക്കഡൈൽ. കിടക്കുകയാണ്. പക്ഷേ സംഭവം ആൾ തല മാത്രമേ പൊന്തിച്ചിട്ടുള്ളൂ. ചൂട് കാരണം വെളിയിലേക്ക് ഇറങ്ങാൻ ഒരു ചാൻസും ഇല്ല. 3-4 എണ്ണം ഉണ്ട് വെള്ളത്തിലിങ്ങനെ കിടപ്പുണ്ട്. എല്ലാത്തിൻ്റെയും തല പൊന്തിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഫെൻസിങ്ങിൽ തട്ടുമ്പോഴത്തേക്കും പയ്യെ തല അകത്തേക്ക് വലിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ ആവാസ വ്യവസ്ഥ നല്ല അടിപൊളിയായിട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, ഇവിടുത്തെ ആവാസ വ്യവസ്ഥ എല്ലാത്തിനും അതിൻ്റെ ഇണങ്ങുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നോക്കിയൊരു ഫൗണ്ടനൊക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത്. ക്രോക്കഡൈലൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഒരെണ്ണത്തിന് കൊണ്ടിട്ടാൽ പിന്നെ അത് പ്രസവിച്ച് ആവശ്യം പോലെ ആവും. പക്ഷേ ഇവിടെ എന്താണ് അവസ്ഥ എന്നറിയില്ല. ഇവിടെ ഉള്ളത് എനിക്ക് തോന്നുന്നത് ഒഴിവാക്കുമെന്നാണ് തോന്നുന്നത്. ഇവിടെ തന്നെ ഇപ്പം ഈ ഇടയ്ക്ക് ഹണ്ടിങ് ഒന്നും പാടില്ലായിരുന്നു ഫോറസ്റ്റിലൊന്നും. പക്ഷേ ഇപ്പോൾ അവർ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അധികമുള്ള പക്ഷികളെ, ഒരു ലിമിറ്റിൻ്റെ മേളിൽ പക്ഷികൾ ആയിട്ടുണ്ട്, അത് പിടിച്ച് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അവരിങ്ങനെ ഇത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇവിടെയുള്ള ഫൗണ്ടൻ കേട്ടോ. ഈ കാണുന്നതാണ് ഫൗണ്ടൻ. അപ്പോൾ ഇതെല്ലാം മ്യൂസിയം മൊത്തത്തിൽ ഒന്ന് റീകൺസ്ട്രക്ട് ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ കൊറോണ സമയത്ത് ഇവിടെ വന്നപ്പോൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ല, ഇത്രയും വൃത്തിയൊന്നും ഇല്ലായിരുന്നില്ല. ഇപ്പോൾ എന്തായാലും സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉണ്ടോ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്, ഏതാണ്ട് ബ്രാൻഡഡ് റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് ഇവിടെ. ഇതിനകത്ത് ഇപ്പം നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് കുടു ഉണ്ട്. പിന്നെ അങ്ങോട്ട് പല റെസ്റ്റോറൻറ്റുകളും അതെല്ലാം ഉണ്ട് ഇവിടെ. ഇന്ത്യൻ ക്രൗണഡ് ഡക്ക അങ്ങനെ എന്താണെന്ന് തോന്നുന്നു. നോക്കിയാൽ ഇതിന് തലയിൽ മുടിയും തലപ്പാവും ഒക്കെ ഉള്ള സാധനമാണ് കേട്ടോ. അതെൻ്റെ, പക്ഷെ ഞാൻ ഇന്ത്യയിലൊന്നും ഇത് കണ്ടിട്ടില്ല. എൻ്റെ പേരങ്ങനെ ആയിരിക്കും, ശാസ്ത്രീയ നാമം എന്ന് തോന്നുന്നു. ഇതിൻ്റെ വൈറ്റും ബ്ലാക്കും ഒക്കെ ഉണ്ട്. ഈ വെള്ളം ഭയങ്കര നാറ്റം. എന്തൊരു നാറ്റം വെള്ളത്തിന്. ഈ സാധനം അപ്പിയിട്ട് വൃത്തികേടാക്കിയതാണെന്ന് തോന്നുന്നു. ഭയങ്കരമായിട്ട് നാറ്റമുണ്ട്, ഒരു രക്ഷയില്ലാത്ത സ്മെല്ല്.
ഓ ദേ ഇത് സ്വാനാണല്ലോ. സ്വാനും ഉണ്ട്, രണ്ടും ഉണ്ട്, മിക്സായിട്ട് കിടക്കുക കേട്ടോ. സിംഹക്കൂടാണ് ഈ കാണുന്നതാണ് സിംഹക്കൂട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു 4 സിംഹങ്ങളുണ്ട്. ആണ് 3 ഒരു പെണ്ണുമാണെന്ന് തോന്നുന്നു. അങ്ങനെ 3 ഇവിടെ ഉണ്ട്. ഞാൻ എന്തായാലും കാണിക്കാം കേട്ടോ. ഇതേ കണ്ടോ, നമ്മൾ തൊട്ട് ഒരു കണ്ണാടിയുടെ അടുത്താണുള്ളത്. സാധനം തൊട്ടടുത്ത് കിടക്കുക. ഇതാണ് സാധനം. അതുപോലെ അവിടെ കിടപ്പുണ്ട് 2-3 പേര് അവിടെയുണ്ട്. പക്ഷെ അത് കുറേ ദൂരെയാണ്. ഇതിപ്പം ചൂടായതുകൊണ്ട് അവരെല്ലാവരും ക്ഷീണിച്ച് അവശരായി കിടക്കുകയാണ് കേട്ടോ. അതല്ലേ, ഓ എന്നെങ്കിലും കടിച്ച് തിന്നാനുള്ള ആവേശമുണ്ട് അവർക്ക്. ആവേശത്തിൽ കിടക്കുകയാണ്, വായും തുറന്ന്. ഒരാൾ തീർത്ത് ഉറക്കമാണ്, ഒരാളിങ്ങനെ കിടക്കുക. ഇത്രയും ക്ലോസ് ആയിട്ട് ഞാനും കണ്ടിട്ടില്ല കേട്ടോ സാധനം. ഇത് നോക്കിയേ, അടിപൊളി. ഇങ്ങനെ നോക്കുകയാണ്. എന്നെ കിട്ടിയിരുന്നെങ്കിൽ കടിച്ചു പിടിച്ച് തിന്നാനെ. ഇവിടെ ചിമ്പാൻസിയാണ് കേട്ടോ. ഇവിടെ കിടക്കുന്നത് ചിമ്പാൻസിയാണ്. നോക്കിയാൽ ഇതിൻ്റെ ആവാസ വ്യവസ്ഥയെ കണ്ട. ഇതിൽ കൂടി ചാടി മേളിലേക്ക് കയറാൻ പറ്റാത്ത രീതിയിലാണ് ഈ കൂടുണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. 4 സൈഡിലും ഫെൻസിങ് ഉണ്ട്. പക്ഷേ എന്നാൽ പാറ ഇങ്ങനെ അടുക്കിയിട്ട് അതിൻ്റെ നടുവിൽ പുൽത്തകിടി ഉണ്ടാക്കി അവിടെ ഇവർക്ക് വസിക്കാനുള്ള സീറ്റൊക്കെ ഉണ്ടാക്കി ചുറ്റുമതിലുണ്ടാക്കിയിരിക്കുകയാണ്. അപ്പം ഇത് ചാടിക്കഴിഞ്ഞാൽ കരയിലേക്ക് കയറാൻ പറ്റില്ല. ആ ഒരു സീനിലാണ് ഇത് സ്ഥിരമായി. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇതിന് ചിമ്പാൻസിയൊക്കെ ചാടി കയറാൻ സാധ്യത കൂടുതലാണ്. അവിടെ ഇരിപ്പുണ്ട്. അളിയൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ചൂടായതുകൊണ്ടായിരിക്കും തളർന്നിരിക്കുന്ന മാതിരി ഇരിക്കുക. ഒരു ചെറുതും ഒരു വലുതും ഉണ്ട്. ഇതിനകത്തും വേറെ ഉണ്ടെന്ന് തോന്നണം. ഇതാണ് ചിമ്പാൻസിൻ്റെ ഹാൻഡിൻ്റെ കമ്പാരിസൺ കേട്ടോ. ദേ കമ്പയർ യുവർ ഹാൻഡ്സ് ടു ദ ചിമ്പാൻസി ഹാൻഡ്സ്. നമ്മൾ ദേ കമ്പയർ ചെയ്ത് നോക്കി, ഒന്നും ആവണില്ല കേട്ടോ, ഒന്നുമല്ല. ഇതാണ് അതിൻ്റെ കൂട് കേട്ടോ. കൂട്ടിലൊന്നും ആരുമില്ല. കൂടൊക്കെ മാഷാ അല്ലാഹ് എയർ കണ്ടീഷണഡ് കൂടാണ്. എല്ലാം എയർ കണ്ടീഷനാണ്. അവർക്ക് ഊഞ്ഞാലാണ് വേണ്ടി ടയർ കെട്ടി തൂക്കിയിട്ടുണ്ട്. അടുത്തത് ഇതെന്തോ ഉറുമ്പി തീനിയാണ്, എന്തോന്നാണ് ഈ സാധനം, ഉറുമ്പി തീനി അങ്ങനെ എന്തോ ആണല്ലോ, എനിക്കറിയില്ല കേട്ടോ. അതാണ് ഇതേ കയറി വരുന്നത്. പിന്നെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് ആരെങ്കിലും കമൻറ്റ് ചെയ്യണേ, ഇതെന്താണ് സാധനം എന്നറിയില്ല. ഉറുമ്പ് തീനിയുടെ കൂട്ടിലാണ് ഇതും കിടക്കുന്നത്. ഇതേ കണ്ട, ഇവിടെ ഉറുമ്പ് തീനിയുണ്ട്, അതേ ഫാമിലിയിൽ പെട്ടതാണെന്ന് തോന്നുന്നു. ഇതേ കിടപ്പുണ്ട് ഉറുമ്പ് തീനി. പിന്നെ നമ്മുടെ കീരി ഇതൊക്കെ ഉണ്ട് ഇവിടെ. ഇതാണ് മാൻഗൂസ്, ബാൻഡഡ് മാംഗൂസ്. ഇതെല്ലാം ഒരു ഫാമിലിയിൽപ്പെട്ട സാധനങ്ങൾ, അതുകൊണ്ടാണ് ഇതിനെ ഒരുമിച്ചിട്ടിരിക്കുന്നത്. ഇതേവിടെ കിടക്കുന്ന കാട്ടുപൂച്ച, കാട്ടുപൂച്ച അല്ലേ?
ആഫ്രിക്കൻ വൈൽഡ് ക്യാറ്റ് ഇത്. പക്ഷെ സാധനം കിടന്നുറങ്ങുകയാണ് കേട്ടോ. അതിനൊക്കെ നല്ല തണുപ്പിന് മണലൊക്കെ തണുപ്പാക്കി സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ കിടന്നുറങ്ങുകയാണ് അവർ. എടാ വാ ചോട്ടോ ചിന്നോ. ഇവിടുത്തെ ചേറുകളെല്ലാം കണ്ടോ, ഇതെല്ലാം ചെയ്തിരിക്കുന്നത് പ്രത്യേക മോഡലാണ്. ഈ ചേറുകളെല്ലാം ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഒട്ടകപ്പക്ഷി, കുറേ വേറുള്ള പക്ഷികൾ, പ്രാവ്, അത് ഇത്. അവിടെ വെള്ളത്തിനകത്ത് എന്തോ ഒരു സാധനം കിടപ്പുണ്ടല്ലോ. അതെന്താ കിടക്കണേ ആ വെള്ളത്തിൽ? വെള്ളത്തിൽ ഏതാ ഒരു സാധനം കിടക്കുന്നു? കുറച്ച് കങ്കാരു ആണ് കേട്ടോ. കങ്കാരു, ഒട്ടകപ്പക്ഷി, അങ്ങനെയാണ്. ഈ കങ്കാരു കിടക്കുന്നിടത്ത് എന്തിനാണെന്തോ വെള്ളച്ചാട്ടം. അതിനകത്ത് എന്തോ സാധനം കിടപ്പുണ്ടല്ലോ. അതെന്താണെന്ന് നോക്കട്ടെ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് അതിൽ നോക്കാം. അതിൽ റെഡ് കങ്കാരു. ഈ കങ്കാരിന് വെള്ളം വേണമെന്ന് തോന്നുന്നു കേട്ടോ. അതാണ് ഈ വെള്ളത്തിൽ ഇത് കിടക്കുന്നത്. അതാണ് വെള്ളം ചാടിക്കൊണ്ടിരിക്കുന്നു, അതിനകത്ത് ഇങ്ങനെ ഇത് കിടപ്പുണ്ട്. അതിനകത്ത് 2-3 ആ വെള്ളത്തിൽ കിടപ്പുണ്ട്, ബാക്കി കരയിലും കിടന്നുണ്ട്. ചെറിയ ചെറിയ കുഞ്ഞ് കങ്കാരു കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. എവിടെ ഇങ്ങനെ കിടപ്പുണ്ട്. ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ, റെഡ് കങ്കാരു. ബോർഡിൽ ഏതാണ്ട് എഴുതി വെച്ചിരിക്കുന്നത് റെഡ് കങ്കാരു. അതിന് വെള്ളം ഇങ്ങനെ, അതിൽ തണുപ്പുണ്ടെന്ന് തോന്നുന്നു. ഈ വെള്ളം ചൂടുവെള്ളം തണുപ്പിച്ചാണ് ഇവിടെ ഇങ്ങനെ അവർക്ക് വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നത്. അത് കാരണം അതിലിങ്ങനെ സുഖം പറ്റി കിടക്കുക.